അമ്മ എനിക്ക് ബൂസ്റ്റ് വേണം. ഇപ്പൊ വാങ്ങുന്നില്ല. അമ്മ എനിക്ക് വേണം. ചേടാ വാങ്ങുന്നില്ല. വേണം 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 വേണം. ഇല്ല ഇല്ല ഇല്ല, അടിമേടിക്കാൻ അപ്പുറത്ത് പോടാ. എന്താ ഇവിടെ ഒരു ബഹളം? അച്ഛാ, മോനാണെങ്കിൽ ബൂസ്റ്റ് ഒരുപാട് ആഗ്രഹിച്ച അമ്മ വാങ്ങിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. ആണോ? എടി, കൊച്ചിന് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഒരെണ്ണം മേടിച്ചു കൊടുക്കടി. അച്ഛന് മാത്രമേ ഉള്ളൂ എന്നോട് സ്നേഹം. കണ്ടോ അമ്മ മേടിച്ചാ? ചേട്ടാ കഴിക്കാനുള്ള ആഗ്രഹോ ഇവനോ? അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് 1/2 കിലോ ബൂസ്റ്റിനോട് കിട്ടുന്നു മാജിക് കപ്പ്. ഈ കപ്പിനകത്ത് വെള്ളം കുടിക്കാൻ എന്തൊരു ടേസ്റ്റ്. കൊച്ചു പയ്യനല്ലേടി, വിട്ട് കളാ. ബൂസ്റ്റ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ, മേടിച്ചു കൊടുക്ക്. നല്ല അച്ഛന് മാത്രമുള്ള എന്നോട് സ്നേഹം. മേടിച്ചാരി ബൂസ്റ്റ്. കണ്ടാ വിളിച്ച കേട്ടോ, ഏത് നേരത്തുണ്ടായെന്ന. ഒന്ന് പെട്ടെന്ന് വാമ, തീർന്നങ്ങാനും പോവും ബൂസ്റ്റ്. പെട്ടെന്ന് വാമ ഇങ്ങോട്ട്. എന്തായിരുന്നു വേണ്ടേ? മോന് ഒരുപാട് നാൾ ആഗ്രഹിച്ച് ബൂസ്റ്റ് ബൂസ്റ്റ് വരണം. എന്നെ വാങ്ങാൻ വേണ്ടി വന്നയാണോ? മോനെ ബൂസ്റ്റ് ആണോ? നാട്ടിരിക്കുന്നു. അയ്യോ താങ്കു മാമ, എനിക്കിത് മതി. പയ്യ എന്നെ വാങ്ങാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് വന്ന കേട്ടോ. വാ മോനെ, ഞാൻ കൂടെ വരാം. ഇതിന്റെ പൈസ ചേട്ടൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ തരും കേട്ടോ. വാ മോനെ വാ. ഞങ്ങൾ എന്നാ പോവാട്ടോ. വാ, എങ്ങോട്ടാ പോന്നെ? ഞങ്ങള് പോവാ. ശരി മോനെ, ടാറ്റ. ഞങ്ങള് പോയാ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. ഞങ്ങള് ശരിക്കും പോവാട്ടോ. എന്തെങ്കിലും പിള്ളേരെ കൊതുക്കാൻ പറഞ്ഞിട്ട് കൊതുക്കണം. പയ്യന്റെ അഭിനയം കണ്ടോ? ഒന്നും അറിയാത്ത പോലെ അഭിനയ കുലപതിയേ. അയ്യോ, ഇപ്പൊ മോൻ പറഞ്ഞപ്പോഴോ ഓർത്തെ ബൂസ്റ്റിന്റെ കൂടെ ഒരു കപ്പ് ഫ്രീ ഉണ്ട്. ഞാൻ ഇപ്പൊ തരാം. വേണ്ട മോനെ. അയ്യോ, ഫ്രീ കപ്പോ? മോൻ അറിഞ്ഞതേ ഇല്ല. എന്തായാലും കിട്ടിയല്ലോ, വാങ്ങിക്കാം. ശരി, ഇവനെ ഞാൻ ഇന്ന് നന്നാക്കി എടുക്കും. ഇതമ്മ വിധി. പെട്ടെന്ന് വാമേ. അമ്മ ഈ കപ്പി വെള്ളം ഒഴിച്ചു, നല്ല ടേസ്റ്റ്. എന്നാ മോന് 1 ഗ്ലാസ് ബൂസ്റ്റ് ഇട്ട് പാലെടുക്കട്ടെ. മോന് ബൂസ്റ്റ് ഇഷ്ടല്ല. മോന് ബൂസ്റ്റ് വേണ്ട. പിന്നെ ഇഷ്ടമാ, ഭയങ്കര ആഗ്രഹമാന്നൊക്കെ പറഞ്ഞത്. അത് ഞാൻ സ്വപ്നം കണ്ടയാ. ഇപ്പൊ ഇഷ്ടമൊന്നുമില്ല, എനിക്ക് വേണ്ട. അപ്പൊ എന്നെ വാങ്ങിച്ചത് ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി മാത്രമായിരുന്നല്ലേ? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി. പോടാ ദുഷ്ട. അല്ലേലും ഒരു കാര്യം ചെയ്യാം, അങ്ങേര് പണിയും കഴിഞ്ഞ് വരുമ്പോ അങ്ങേർക്ക് കലക്കി കൊടുക്കുക. ഇവിടെ ഇരിക്കാം. ഓ, ഒരു വൃത്തിയില്ലാത്ത അടുക്കളയാണല്ലോ ഇത്. ഒരാള് നമ്മളെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനർത്ഥം അവർക്ക് നമ്മളെ വേണ്ടാന്ന്. ഇതാരാ തുണിയില്ലാ നിൽക്കുന്നേ? ഹായ്. ആരാ? അയ്യോ, ഞാൻ ഹോർലിക്സാ. എന്റെ തുണിയൊക്കെ അങ്ങ് പറഞ്ഞു പോയതാ. അയ്യോ, ഇതൊരുമാതിരി വല്ലാത്ത അവസ്ഥയായി പോയല്ലോ. ഞാനും നിന്നെ പോലെ ഗിഫ്റ്റിന് വാങ്ങിച്ച ഹോർലിക്സ് കുപ്പിയാ. അവൻ എന്നെ വാങ്ങിച്ച് ഗിഫ്റ്റ് എടുത്ത് വെച്ച് എന്നെ ഒന്ന് തൊട്ടുപോലും അവൻ നോക്കിയില്ല. അല്ല, എന്നെ ഇതുവരെ തൊട്ടിട്ടില്ല. അവൻ തൊടാൻ പോകുന്നില്ല. തൊടുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. അതാര്? അതറിയണമെങ്കിൽ 6 മാസം പിന്നിലേക്ക് പോണം. ഹായ്, നല്ല ഗിഫ്റ്റ്. എന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ദിവസം ഇടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോഴേ ആ പയ്യന് തന്തപ്പൊടി ഉണ്ടല്ലോ, ഇടയ്ക്ക് കയറി വരും. അങ്ങാരങ്ങോട്ട് പോയി കഴിയുമ്പോ ആ തള്ള കയറി വരും. കഷ്ടം. എന്നിട്ട് ഈ കോളേജിൽ എങ്ങനെയായി? ആദ്യം എന്റെ ഉള്ളിലെ പൗഡർ തീർന്നു കഴിഞ്ഞപ്പോ ആ തള്ള കടുക് എടുത്തിട്ട് കുറെ നാള് കഴിഞ്ഞപ്പോ അങ്ങും ഇങ്ങും ചെറുതായിട്ട് കീറ്റൽ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ എടുത്ത് കളയാനായിരിക്കുന്നു. അതിനുശേഷം തള്ള കടുക് മാറ്റിയിട്ട് കുരുമുളക് ഇട്ട് വെച്ച്.
അതിനുശേഷം തൊമര വന്ന്, കടല വന്ന്, നെയ് വന്ന്, ലാസ്റ്റ് അച്ചാറ് വരെ വന്ന്. എന്നിട്ട് എടുത്ത് കളഞ്ഞാ? ഇത് കണ്ടോ, തുണി മൊത്തം കീറി കട്ട മഞ്ഞയായി. ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ. കൊള്ളൂല. എന്നിട്ട് ഇന്നലെ പറയുന്ന കേട്ടാ എന്നെ മണ്ണിട്ടിട്ട് ചെടി നടാനാന്ന്. അല്ലേ പിന്നെ ഇതങ്ങ് എടുത്ത് കളഞ്ഞേക്ക. അല്ലേലേ അച്ചാറും ഇട്ടേക്ക അല്ലയോ? അപ്പൊ എന്നാലും ഇവര് കളയൂലല്ലേ? മലയാളികൾ ഇങ്ങനാണ്, കളയൂല. പൊട്ടിച്ചോ? അമ്മ എനിക്കിപ്പം വേറെ ബൂസ്റ്റ് ചെയ്യാൻ ആഗ്രഹം. അപ്പൊ കപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ, എനിക്ക് അങ്ങ് സമാധാനമായി. പുതിയ ബൂസ്റ്റ് വാങ്ങിച്ച് തരുവോ? ഇതാ ഇനി മുതൽ 3/4 കിലോ ഹോർലിക്സിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കും ഒരു ഭീകര ടോയ്. അമ്മ വീണ്ടും ഒരു ആഗ്രഹം. ചെറുക്കന്റെ നെകളിപ്പ്.